ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വഴുതിന വെച്ചിട്ട് അടിപൊളിയായ സൂപ്പർ ടേസ്റ്റുള്ളൊരു കത്തിരിക്ക മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ തോട്ടത്തിൽ നിന്ന് 2 വഴുതിന പറിച്ചെടുത്തു. അതിൽ നിന്ന് 2 വഴുതിന എടുത്ത് നമുക്ക് ഇന്ന് മഞ്ചൂരിയൻ ഉണ്ടാക്കാം. വഴുതിന കൊണ്ട് പല റെസിപ്പികളും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വഴുതിനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കട്ട് ചെയ്ത എല്ലാ വഴുതിന കഷ്ണങ്ങളും അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. വഴുതിന പെട്ടെന്ന് തന്നെ വെന്ത് പോകുന്നൊരു വെജിറ്റബിളാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറിക്ക് കുറച്ച് സ്വാദ് കിട്ടും. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം കുറച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 3-4 സ്പൂൺ കോൺഫ്ലോറും 2 സ്പൂൺ മൈദയും എടുത്ത് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ഗ്രേവിയാക്കി എടുക്കാം. കുറച്ച് കട്ടി കൂടിയൊരു ബാറ്ററാണ് നമുക്കിവിടെ ആവശ്യം. നമ്മൾ വാട്ടി വെച്ച വഴുതിന കഷ്ണങ്ങളൊക്കെ നമുക്കിതിലേക്കിടാം. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കാം. കൂടാതെ കുറച്ച് ചെറിയ ഉള്ളിയും എടുത്ത് നമുക്ക് ഇതിലേക്കിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടണം. ഇപ്പോൾ ഇത് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ 2 തക്കാളി എടുത്ത് നല്ലവണ്ണം അരച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ആയാലും മതിയാവും, അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്താൽ മതി. അടുത്തതായി നമുക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. അവിടെ കിടന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കാം. നമുക്ക് മിക്സി ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് നിലക്കടല പൊട്ടി ചേർക്കാം. എന്നിട്ട് കുറച്ച് എള്ളും ചേർത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. 1 സ്പൂൺ എള്ളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കറി പാകത്തിന് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ വഴുതിന കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. വളരെ കുറഞ്ഞ ചേരുവ മാത്രം ചേർത്ത് കൊണ്ടാണ് നമ്മൾ ഇന്ന് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. നല്ലവണ്ണം തിക്കായി വന്നിട്ടുണ്ട്. കാരണം നമ്മളിതിലേക്ക് കോൺഫ്ലോറും മൈദയുമാണല്ലോ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണിത്. ഫ്ലെയിമിൽ മാത്രമേ ഇത് ഈ സമയം വേവിക്കാൻ പാടുള്ളൂ. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ വഴുതനയിലും ഒക്കെ ചേർത്തിട്ടുണ്ട്. പോരായ്മ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ പൊടിച്ച് വെച്ച കടലയും എള്ളും ഇതിലേക്കൊന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഡിഷ് ഇപ്പോൾ വേണ്ട രീതിയിൽ തന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. 4 ചപ്പാത്തി ഇവിടെ കൂടെ കഴിക്കാൻ പറ്റിയതാണിത്. എല്ലാവരും ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ ഇടാം. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മെനി താങ്ക്സ്.